ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നേശുവേ കൊതിയായിടുന്നേ. Welcome to another day with the Holy Spirit. Jesus. It will not make you another person in the sense, then ഞാൻ വിശ്വാസിയായി ഇനി ആ സമൂഹത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം, അയ്യോ എല്ലാം വിഷയമാണ്. അല്ല, വചനം പറഞ്ഞു നിങ്ങൾ ഈ ഭൂമിയിലെ ഉപ്പും വെളിച്ചവുമാണെന്ന്, അല്ലേ? You are the salt and you are the light of this world. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു പദ്ധതിക്കല്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ആ ഉണ്ടാക്കിയ ആ ഉപകരണത്തിന് ഇത്രയും അധികം ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്, അല്ലേ? അതിനകത്ത് നമുക്ക് കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം, നമ്മുടെ ഇപ്പോ വന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു മൊത്തം ബിസിനസ് വരെ നമ്മുടെ ഫോണിൽ നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കാം. ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ഇത്രയും ഉദ്ദേശമുണ്ടെങ്കിൽ അതിനേക്കാളും എത്ര മാത്രം കോംപ്ലിക്കേറ്റഡ് ആൻഡ് സോ മച്ച് മോർ ഡീറ്റെയിൽഡ് ആയിട്ടാണെന്നറിയാമോ നമ്മുടെ ശരീരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പ്ലഗ് പോയിന്റ് സൈഡിൽ പോയി ഇങ്ങനെ ചാർജ് ചെയ്യുന്നുണ്ടോ ഇടയ്ക്ക്? ഇല്ല, നമ്മുടെ കഴിക്കുന്ന ഫുഡിൽ നിന്നും എടുത്ത് ഈ ശരീരം ഓടിക്കാൻ മാത്രം, അല്ലേ? ഫാസ്റ്റിംഗ് കയറി കഴിഞ്ഞാൽ ശരീരത്തിന് തന്നെ റിപ്ലനിഷിങ് മെക്കാനിസംസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളെ ഫൈറ്റ് ചെയ്യാൻ ഈ പറയുന്ന എല്ലാം ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്. ഇത്രയും പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക, അല്ലേ? ഒരു ഫോൺ ഉണ്ടാക്കിയതിന് ഒരു വലിയൊരു ഉദ്ദേശമുണ്ടെങ്കിൽ എത്രമാത്രം അധികം സ്നേഹമെന്നെ പിടികൂടിയതാണേ, ആ സ്നേഹക്കടലിൽ എൻ പ്രാണൻ നലിഞ്ഞേ. ഒരായിരം ദൂരം പോയിടാം നിന്നോട് ചേർന്ന് ഈ ഭൂമി വാണിടാം. രാവിലും പകലിലും നിൻമുഖം മാത്രം തേടുന്നു, രാവിലും പകലിലും നീ മാത്രം യേശുവേ, രാവിലും പകലിലും നിൻമുഖം മാത്രം കാണുന്നു. ശ്രദ്ധിച്ചായിരുന്നോ? കർത്താവിന്റെ മുഖം, രാവിലും പകലിലും നിൻ മുഖം മാത്രം തേടുന്നു. രണ്ടാമത്തെ വരി ശ്രദ്ധിച്ചായിരുന്നോ? രാവിലും പകലിലും നിൻ മുഖം മാത്രം കാണുന്നു. കർത്താവിനെ തേടിയാൽ കാണുക അല്ലാതെ there is no other option in the sense. ഒരു നല്ല പിതാവ്, അല്ലേ? ഈ ഭൂമിയിലെ എന്റെ പിതാവ്, ഇപ്പം ഞാൻ ഏത് ആവശ്യത്തിനും, അല്ലെ, ഏത് ആവശ്യത്തിനും ഞാൻ ഏത് സമയത്ത് വിളിച്ചെന്ന് പറഞ്ഞാലും he is there for me. I know he is there for me. കാരണം I know him. അതുപോലെ തന്നെ എന്റെ യേശു അപ്പ ചെന്നൈയിലെ രഞ്ജിയങ്ങൾ പറയുന്ന പോലെ ഓ അപ്പൻ അനുഗ്രഹിക്കട്ടെ. നിൻ മുഖം മാത്രം തേടുന്നു, തേടിയാൽ മുഖം കാണുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാരും ചേർന്ന് രാവിലും പകലിലും നിൻ മുഖം മാത്രം തേടുന്നു,
മാത്രമേ യേശുവേ, രാവിലും പകലിലും നിൻ മുഖം മാത്രം തേടുന്നു. രാവിലും പകലിലും നീ മാത്രമേ യേശുവേ, ചേർന്ന് ഈ കാഹളധ്വനികൾ കേട്ടിടുവാൻ കാതോർക്കുന്നു. സമയമായി സ്നേഹിത, ഞങ്ങളുടെ കാന്തൻ വരാറായി. കാഹളധ്വനികളും കേട്ടിടുവാൻ കാതോർക്കുന്നു. സമയമായി സ്നേഹിത, ഞങ്ങളുടെ കാന്തൻ വരാറായി. എങ്ങനെയാണെന്നറിയോ? ആത്മാവാൽ നിറയാം, അവൻ ശക്തിയാൽ നിറയാം. ഒരു സാക്ഷിയായി ഈ ലോകമെങ്ങും യേശുവേ. ആത്മാവാല ശക്തിയാലോ ഒരു സാക്ഷിയായി ഈ ലോകമെങ്ങും യേശുവേ ഉയർത്താം. നിൻ ദിവ്യ വാക്കുകൾ എൻ ദീപവുമായി, നിൻ ദിവ്യ സാന്നിധ്യം എന്റെ കൂട്ടിനുമായി. നിൻ ദിവ്യ വാക്കുകൾ എൻ ദീപവുമായി. ആമേൻ. ആത്മാവാൽ നിറയാം, ആമേൻ. ശക്തിയാൽ നിറയാം. ഒരു സാക്ഷിയാൽ ഈ ലോകമെങ്ങും യേശു. ആത്മാവാലാ ശക്തിയാൽ voz viene a la gloria danale valasi que ni averiamo o salve e ജീവൻ എന്നിലും ഞാൻ നിന്നിലുമായി ആദ്യവും അന്ത്യവും ഇനി നിന്നിലുമായി നിൻ ജീവൻ എന്നിലും ഞാൻ നിന്നിലുമായി ആദ്യവും അന്ത്യവും ഇനി നിന്നിലുമായി. എല്ലാവരും കരങ്ങളടിച്ചുകൊണ്ട് ആത്മാവാൽ നിറയാം, അവൻ ശക്തിയാൽ നിറയാം. ഒരു സാക്ഷിയായി ഈ ലോകമെങ്ങും യേശുവേ ഉയർത്താം. ആത്മാവാലോ മതി ശക്തിയാ വാസമോ എന്റെ ആഗ്രഹമായി നിന്നുള്ളിലെ അറകളോ എൻ കൃപയുമായി മാറി. നിന്നൂടെ വാസമോ എന്റെ ആഗ്രഹമായി എന്റെ ശക്തിയായി മാറി. അവൻ ആത്മാവാൽ നിറയാം, അവൻ ശക്തിയാൽ നിറയാം. ഒരു സാക്ഷിയായി ഈ ലോകമെങ്ങും യേശുവേ ഉയർത്താം. അവൻ ആത്മാവാലാവോ ശക്തിയാൽ എല്ലാവരും ചേർന്ന് ഒരു സാക്ഷിയായി ഈ ലോകമെങ്ങും യേശുവേ ഉയർത്താം. എന്റെ രക്ഷക എന്റെ ദൈവമേ നീ അല്ലാതില്ലാരും എന്റെ യേശു മാത്രം മതി എനിക്കേതും
എന്നപ്പാവും നീയേ, എന്നാത്മനേസർ നീയല്ലോ. അമ്മാവും നീയേ, എന്നപ്പാവും നീയേ. ഓ ഉന്മയെ പോല இந்த உலகிலே வேறொருவனும் இல்லையே. உன்னைப் போல இந்த உலகிலே வேறொருவனும் இல்லையே. அம்மாவும் நீயே, என் அப்பாவும் நீயே, என் ஆத்மநேசர் நீ. எത്ര പേർ പറയും യേശുവേ എന്റെ അമ്മാവും നീയേ, എന്റെ അമ്മാവും നീ. ഓ my Jesus is there. Woo! യേശുവേ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞാനും നീയേ അങ്ങയുടെ. എല്ലാരും ചേർന്ന് യേശുവേ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞാനും അങ്ങയുടെ. കയ്യിലൊരു ഉപകരണം, പത്രോസിന്ന നിഴലതിനാൽ സൗഖ്യം നൽകി നീ. പൗലോസിന്റെ ഉറുമാലിൽ ശക്തി നിറച്ചു. ഓ ഞാൻ ചേർന്ന് ഞാനും ഇനി അങ്ങയുടെ. കയ്യിലൊരു ഉപകരണം, ഞാനും ഇനി അങ്ങയുടെ. ഓ ഹല്ലേലൂയ. ഫിയർ നോട്ട്, എറേസ് ആൻഡ് ഷെയിം. ആമേൻ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, എഴുന്നേറ്റ് പ്രകാശിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ലോകമെമ്പാടുകളും ഫേസ്ബുക്കിലും യൂട്യൂബിലും ആമേൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഹല്ലേലൂയ ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാവ് 41:10 ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഹല്ലേലൂയ, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആമേൻ. അവൻ നിന്നെ ശക്തീകരിക്കും, അവൻ നിന്നെ സഹായിക്കും, അവന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് അവൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളോട് ഇത് പറയുമ്പോൾ ഹല്ലേലൂയ ധൈര്യത്തോടെയും ഉറപ്പോടെയും ഹല്ലേലൂയ ഇന്ന് നമ്മൾ ഈ ഭൂമി കൂടിയിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ ഹല്ലേലൂയ ഇന്ന് കർത്താവ് ജീവിക്കുന്ന സാക്ഷ്യമായി, ആമേൻ, ഇന്ന് ജീവിക്കുന്ന സാക്ഷ്യമായി നമ്മുടെ മധ്യത്തിൽ ഇന്ന് സാക്ഷ്യം നമ്മളോട് ഷെയർ ചെയ്യുന്നത് കൊട്ടാരക്കര സഭയിൽ നിന്നും നമ്മുടെ അൻരാജ് ബ്രദറാണ്. തുടർന്ന് നമ്മളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് ഷെയർ ചെയ്യുന്നതാണ് ഷാത്തന്നൂർ സഭയിൽ നിന്നും നമ്മുടെ റോയി ബ്രദർ ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമുക്ക് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സുബിൻ ബ്രദറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഓവർ ടു സുബിൻ ബ്രദർ. താങ്ക് യു സ്നേഹ സിസ്റ്ററെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്ന് സ്നേഹ സിസ്റ്ററോട് നമ്മൾ കേട്ടതുപോലെ തന്നെ നമുക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ഇന്നത്തെ ദിവസം കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് കാണുന്നവരൊന്ന് എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞു, ഇന്നത്തെ ദിവസം യേശു കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് സന്തോഷിക്കുവാൻ, ഞാൻ ആനന്ദിക്കുവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കർത്താവ് ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ. ഇന്ന് നമ്മുടെ കൂടെ സാക്ഷ്യം പറയാൻ ജോയിൻ ചെയ്തിരിക്കുന്ന കൊട്ടാരക്കരയിൽ നിന്നും അനുരാജ് ബ്രദറാണ്. ഇപ്പം എൻ്റെ സാക്ഷ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ വേഗത്തിലൊന്ന് പറഞ്ഞു തരാം. തൻ്റെ ജീവിതം തകർന്നതായിരുന്നു. പല അഡിക്ഷനുകൾ തനിക്കുണ്ടായിരുന്നു. അതിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും കർത്താവിനെ അറിഞ്ഞില്ല. പക്ഷെ കർത്താവിനെ അറിയുവാൻ ഈ കുറേ സാഹചര്യങ്ങൾ ഇടയാക്കി. നമ്മളിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ പല സാഹചര്യങ്ങൾ, പല ഇൻസിഡൻറ്റുകൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നതായിരുന്നു. നമ്മൾ അത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ വേണം ഇത് കേൾക്കുവാൻ. എന്നിട്ട് അതുപോലെ അനേകരുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഇൻസിഡൻറ്റുകൾ അപ്പോൾ നടന്നിട്ടുണ്ടാവാം. നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ വേണം ഇത് തുടർന്ന് കാണുവാൻ, തുടർന്ന് കേൾക്കുവാൻ. നമ്മൾ ഇപ്പോൾ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ അനുരാജ് ബ്രദറുടെ വായാൽ തന്നെ നമുക്ക് കേൾക്കാം. ബ്രദറെ, കർത്താവിനെ അറിയുവാൻ ഇടയായ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.
ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു എൻ്റെ ജീവിതം സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പം എല്ലാം എപ്പോഴും പറയുന്നുണ്ട് കർത്താവിൽ നമ്മൾ പുതിയ സൃഷ്ടിയാണെന്ന്. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കേൾക്കാം. നിൽക്കാൻ പറഞ്ഞു. അപ്പം ക്രിസ്തുവിൽ വരുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ പഴയതില് എന്തോ നടന്നെന്നോ അല്ലെങ്കിൽ എങ്ങനെ നടന്നെന്നോ ഒന്നും എനിക്ക് തീർച്ചയായിട്ടും എനിക്കൊരു യാതൊരു ഓർമ്മയില്ല. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നു, ഇതിനു മുമ്പ് എന്തായിരുന്നു ഞാൻ എന്നൊക്കെ എന്നെ വെളിപ്പെടുത്തി തരുന്നതും ഞാൻ തിരിച്ചറിയുന്നതും സത്യത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പഴയ സാഹചര്യത്തിൽ എന്നെ കർത്താവ് എങ്ങനെ കരുതി, ആ സമയങ്ങളിൽ കർത്താവ് എൻ്റെ കൂടെ എങ്ങനെ ഇരുന്നു, എന്നെ എങ്ങനെയാണ് കർത്താവ് പരിപാലിച്ചതെന്നൊക്കെ ഞാൻ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ തിരിച്ചറിഞ്ഞത് തന്നെ. കാരണം ഞാൻ ഹിന്ദു മതവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ഒരു വിശ്വാസിയല്ല. എപ്പോഴും അമ്പലത്തിൽ പോവുകയും അമ്പലത്തിലെ പൂജയ്ക്കും കാര്യങ്ങൾക്കും അവിടെ ദീപം കൊളുത്താനും അമ്പലം വൃത്തിയാക്കുവാനും ഒക്കെ നിന്നൊരു വ്യക്തിയാണ് കുഞ്ഞുനാൾ മുതൽ. അതായത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്പലത്തിലായിരുന്നു ഞാനും എൻ്റെ അനിയനും. അത് കഴിഞ്ഞ് രാവിലെ കാലം കഴിഞ്ഞിട്ട് വൈകിട്ട് അതുപോലെ തന്നെയാണ്. വൈകിട്ട് നാമം കഴിഞ്ഞ് എല്ലാം അമ്പലം അടച്ച് തീരുമ്പോഴാണ് ഞാൻ വീട്ടിൽ വരുന്നത് തന്നെ. അങ്ങനെ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പിന്നീട് കുറച്ചു കാലം ഇങ്ങനെ പോയി നിന്നു. 2008 സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ റൂട്ട് മാറി മദ്യത്തിലോട്ട് പോകാൻ തുടങ്ങി. ആ മദ്യത്തിലോട്ട് പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൽ അടിസ്ഥാനം ഇടുന്ന പോലെ മദ്യത്തിൽ ഞാൻ അടിസ്ഥാനം ഇട്ട് തന്നെ വന്നത്. അതായത് ഓരോ ദിവസം കുറേശ്ശെ തുടങ്ങി മുമ്പോട്ട് പോകാൻ നേരത്ത് അതിശക്തമായിട്ട് തന്നെ ഒട്ടും കുറവില്ലാതെ തന്നെ എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ മദ്യം നിർത്തത്തില്ല. എത്ര കിട്ടിയാലും മദ്യം നിർത്തത്തില്ല. മുമ്പോട്ട് പോകുമ്പം ഇനിയും വേണം എന്നുള്ള ആർത്തിയിലായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ആ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 4 വർഷത്തോളമൊക്കെ ഗ്യാപ്പ് കിട്ടിയായിരുന്നു. 2014 തൊട്ട് ഇങ്ങോട്ട് എൻ്റെ മദ്യപാനം അതിശക്തമായിട്ട് എനിക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായി. 2014 തൊട്ട് ഇങ്ങോട്ട്. അപ്പം 2014 മദ്യം കൂടുതൽ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റം വരാൻ തുടങ്ങി. ഈ സമയങ്ങളിൽ ഞാൻ കഴിക്കുമ്പോഴൊന്നും എൻ്റെ വീട്ടുകാർക്ക് അറിയത്തില്ല, നാട്ടുകാർക്ക് അറിയത്തില്ല ഞാൻ മദ്യം കഴിക്കുമെന്ന്. പക്ഷെ ഈ 2014 കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാരറിയാൻ തുടങ്ങി, വീട്ടുകാരറിയാൻ തുടങ്ങി. കാരണം അത്രത്തോളം ബഹളമായി തുടങ്ങി. കാരണം അതിനിടയ്ക്ക് തന്നെ ഞാൻ ഒരുപാട് ജോലികളിൽ പോകാറുണ്ട്. അതായത് മദ്യം കഴിച്ചിട്ട് ആരെങ്കിലുമൊക്കെ തല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇറങ്ങി പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും ഹല്ലേലൂയ എനിക്ക് ബ്രദറെ അനുരാജ് ബ്രദറെ കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. കണ്ടിന്യൂ. അപ്പം 2014 തൊട്ട് എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ഞാൻ വേറെ ഏതോ തലത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ എനിക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങി. കാരണം ഞാൻ ആരോടെങ്കിലും ബഹളം ഉണ്ടാകണമെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും അടിക്കണമെന്നുണ്ടെങ്കിലോ ഫസ്റ്റിലെ ചാടി നിൽക്കുക, മുമ്പിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുക, ആ വ്യക്തിയെ തല്ലണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തല്ലാൻ പോവുക. അങ്ങനെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ദേഷ്യം, പെട്ടെന്ന് കോപം വരിക, പെട്ടെന്ന് എതിർക്കുക, അങ്ങനെയുള്ള രീതിയൊക്കെ ആയി തുടങ്ങി. അപ്പോഴത്തേക്കും എന്നെ പൂർണ്ണമായിട്ടും നാട്ടുകാർക്കൊക്കെ എന്നെ നല്ല കാര്യമായിരുന്നു. ആദ്യമേ ഞാൻ ഫുട്ബോൾ കളിക്കാനായാലും ക്രിക്കറ്റ് കളിക്കാനായാലും എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുകയും എല്ലാവരോടും സഹകരിക്കാനായാലും ഒക്കെ നല്ല സഹകരണത്തിൽ പോവുകയും സംസാരിക്കാനായാലും എൻ്റെ കൂടെ വന്നിരിക്കുന്നവർക്കൊക്കെ എപ്പോഴും സന്തോഷത്തോടായിരിക്കും ഇരിക്കുന്നത്. കാരണം ഞാൻ അവരോട് കോമഡി പറഞ്ഞ് തമാശ പറഞ്ഞ്. പക്ഷെ ഈ കാലം അളവിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും സന്തോഷമൊന്നുമില്ല. എൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക് സന്തോഷമൊന്നുമില്ല. ചിലപ്പോൾ എൻ്റെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ ഒന്നീ വിഷമം വരാം, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം ഉണ്ടാവാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകാൻ തുടങ്ങി. അപ്പൊ ഈ മദ്യപാനം 2014 തൊട്ട് ക്രൂരമായപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ തന്നെ ഭയങ്കര വിപ്ലവമാകാൻ തുടങ്ങി. അമ്മയോട് എതിർത്ത് സംസാരിക്കുക, മാമ്മമാരോട് എതിർത്ത് സംസാരിക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയപ്പോഴത്തേക്കും ഹല്ലേലൂയ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന വ്യക്തിയായിരുന്നപ്പം ഞാൻ ക്രിക്കറ്റിന്റെ ആ കൂട്ടുകാരായിട്ട് തന്നെ പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവിടെ തൊട്ട്
പിന്നീട് മദ്യത്തില് ഒരുപാട് രാത്രി കാലങ്ങൾ ക്രിക്കറ്റ് കൂടുതലും കളിക്കാൻ പോകുന്നത്. ആ സമയത്ത് രാത്രി കാലങ്ങളിൽ വീട്ടിൽ വരാതിരുന്നപ്പോഴത്തേക്കും വീട്ടുകാർ പിന്നെ അന്വേഷിക്കാൻ പോകത്തില്ല. കാരണം എപ്പോഴും കളിക്കാൻ പോകുന്നതുകൊണ്ട് കളിക്കാൻ പോയേക്കുമായിരിക്കും എന്ന് വിചാരിച്ച് പിന്നീട് അങ്ങനെ കൂടുതൽ അന്വേഷിക്കാൻ പോകാറില്ല. പക്ഷെ ഞാൻ കളിക്കാൻ പോകാന്നുള്ള പേരിൽ നാട്ടിലിറങ്ങി രാത്രി കാലങ്ങളിൽ മദ്യപിക്കുക. അങ്ങനെ രാത്രി കാലങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഹല്ലേലൂയ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരു ചെറിയൊരു കുടില, അതായത് ഓല കൊണ്ട് മേഞ്ഞൊരു കുടിലില് ഒരു ദേവദാസൻ സുവിശേഷം പറയാൻ വന്ന ഒരു ദേവദാസൻ അവിടെ ഒരു കുടിലൊക്കെ ഉണ്ടാക്കി അവിടെ താമസം ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് കണ്ടപ്പം ആ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ചുമ്മാ തമാശയ്ക്ക് ആ വ്യക്തി ഒന്ന് ഭയപ്പെടുത്തണം എന്ന് മാത്രമേ എൻ്റെ ഉള്ളിലുള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഭയപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം നിലയൊക്കെ മാറി, എൻ്റെ സാഹചര്യം മാറി, എൻ്റെ സ്വഭാവത്തിന് വേറൊരു രീതിയാവാൻ തുടങ്ങി. ഞാൻ ആ വ്യക്തിയെ നല്ലതുപോലെ ഉപദ്രവിക്കാൻ തുടങ്ങി. വീടൊക്കെ പിടിച്ച് കുലുക്കി, ഓല കൊണ്ടുള്ള ആ ഷെഡൊക്കെ പിടിച്ച് കുലുക്കി തകർക്കാൻ തുടങ്ങി. പിന്നെ ആ തറയിൽ കിടന്ന കല്ലും മണ്ണും ഒക്കെ വാരി ആ ദേവദാസനെ വാരി എറിഞ്ഞ് ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി ആ വ്യക്തിയെ. അപ്പോഴത്തേക്കും ചെറിയൊരു മഴയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. ഹല്ലേലൂയ. അപ്പം ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ വ്യക്തി പ്രാർത്ഥനയും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. യേശു യേശു എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. ഞാൻ അപ്പോഴത്തേക്ക് പറഞ്ഞു, യേശുവോ? നീ യേശുവിനെ വിളിക്കുന്ന എന്തിനാ? നീ യേശു ഇപ്പൊ വന്ന് രക്ഷിക്കുവോ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് യേശു രക്ഷിക്കാൻ മതിയായവനാണെങ്കിൽ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വ്യക്തിയെ വെല്ലുവിളിച്ചിട്ട് ഒരു ടോർച്ച് അടിച്ച് അകത്തോട്ട് നോക്കിയപ്പം ആ വ്യക്തി ഒരു ചാക്കിന്റെ മണ്ടയിൽ ഒരു ബൈബിളും പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് മാറത്ത് വെച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ ദേഷ്യമായി. ഞാൻ കല്ലും മണ്ണും വായി ആ ഹോളിനകത്തൂടെ അകത്തോട്ട് ആ വ്യക്തി എറിഞ്ഞിട്ട് കുറെ നേരം നിന്നപ്പോഴത്തേക്കും എവിടുന്ന് അറിയാൻ പറ്റാത്തൊരു ശബ്ദം, ഒരു ജനറേറ്ററൊക്കെ ഓൺ ആക്കുന്നത് പോലൊരു ശബ്ദം. ആ ശബ്ദം ഞാൻ കേട്ടപ്പം ഞാൻ വിചാരിച്ച് ഓട്ടയായിരിക്കുന്നു. ഓട്ടോറിക്ഷയ്ക്ക് അതേ സൗണ്ടാ. അപ്പൊ ഞാൻ വിചാരിച്ച ഓട്ടയായിരിക്കുന്നു. ഓട്ടയാണെന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പം അതേപോലെ ഓട്ടോറിക്ഷ വണ്ടിയൊക്കെ വരുന്നത് പോലെ മഞ്ഞ കളറിലെ പ്രകാശം ഇങ്ങ് ഉദിച്ചു വരുന്നതുണ്ട്. അപ്പൊ ഞങ്ങൾ എൻ്റെ കൂടെ നിന്ന കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു വ്യക്തി ഇത് കണ്ടു. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം, ആ ഓട്ട പോയതിനു ശേഷം വീണ്ടും തുടങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ചാടി ഒരു റബ്ബർ തോട്ടത്തിലേക്ക് മാറി നിന്ന് ഒരു 5 മിനിറ്റോളം അങ്ങനെ നിന്നിട്ടും ആ വെട്ടം അവിടുന്ന് മാറി പോകുന്നില്ല. ഹല്ലേലൂയ. ഞാൻ അന്നേരം മനസ്സുകൊണ്ട് വിചാരിച്ച് ഈ ഓട്ട ചിലപ്പോൾ അവിടെ ഓട്ടം വന്നതായിരിക്കും, അല്ലെങ്കിൽ ആ വീട്ടിൽ എങ്ങനെ ആയിരിക്കും, ഏതെങ്കിലും വണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ച് മാറി നിന്ന് പിന്നീട് അവസാനം വീണ്ടും ഒന്നുകൂടെ കയറി വന്നിട്ട് നിന്നപ്പം ആ വെട്ടം അതുപോലെ തന്നെ നിൽക്കുക. ഞങ്ങള് ആ വെട്ടം അവിടെ നിൽക്കുകയല്ലേ, വെറുതെ നോക്കുന്ന എന്തിനാ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ ദേവദാസനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ആ പ്രകാശത്തിൽ നിന്ന് ഒരു അഗ്നിജ്വാല സത്യം പറഞ്ഞാൽ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. അപ്പൊ ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പം അതില് ഒരു നിഴലാണ്, ഒരു വ്യക്തിയുടെ നിഴല്. ആ നിഴലിന്റെ കയ്യിലാണ് ഈ തീപന്തം പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ തീപന്തത്തിലേക്ക് നോക്കി കുറച്ചു നേരം നോക്കി നിന്നപ്പം എനിക്കങ്ങ് എന്തോ പോലൊരു ഉള്ളില് ഭയങ്കരമായിട്ട് ദേഷ്യവും ശരീരമൊക്കെ അങ്ങ് വിറച്ചു കയറുന്ന പോലെ. ഞാൻ അവിടെ നിന്നുകൊണ്ട് ആ തീയെ നോക്കിയിട്ട് ഒരുപാട് ചീത്ത വിളിക്കും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അടുത്തോട്ട് വന്ന് നീ എന്നെ നേരിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ തീയോട് വെല്ലുവിളിക്കുകയൊക്കെ ഉണ്ടായി. ഏകദേശം ഒരു 10-20-30 മിനിറ്റോളം ഞാൻ അവിടെ നിന്നുകൊണ്ട്, പക്ഷെ സത്യം പറഞ്ഞാൽ എന്റെ ബോധത്തിലല്ല, എനിക്ക് ബോധമില്ലാത്തിരുന്ന മദ്യത്തിലും ഒക്കെ നിന്ന സമയത്തായതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ വായി വരുന്ന പോഷകങ്ങളൊക്കെ വിളിച്ച് പറയുണ്ടായി. ഒരുപാട് ചീത്തയും ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ആ അഗ്നിയെ നോക്കി വെല്ലുവിളിച്ച്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വന്ന് എന്നെ നേരിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും അറിയുന്നില്ല. ഞാൻ വിചാരിച്ച ആരോ പന്തം കത്തിച്ചുകൊണ്ട് വരുന്ന ഒരു മനുഷ്യൻ വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ കുറെ നേരം ആ തീയെ നോക്കിയിട്ട് ഞാൻ ചീത്ത വിളിച്ച് ബഹളം ഉണ്ടാക്കി. അവിടെ നിന്നും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ സഹോദരൻ പറഞ്ഞു, ബാ നമുക്ക് മാറി നിൽക്കാം, അത് എന്തോ പ്രശ്നമുണ്ട്, ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ സഹോദരന് ഭയം തോന്നി. ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഭയക്കുന്നേ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറെ നേരം ഒരു 5 മിനിറ്റോളം അവിടെ വീണ്ടും വിളിച്ചപ്പോഴത്തേക്കും എന്റെ ദേഹത്തുണ്ടായിരുന്ന മദ്യത്തിന്റെ ആൽക്കഹോളിന്റെ കെട്ട് പെയ്യെ കുറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ നോർമൽ അവസ്ഥയിലേക്ക് ആവാൻ വന്നപ്പോഴത്തേക്കും എന്റെ ശരീരം വിറച്ചുകൊണ്ടിരുന്ന ആ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് ഭയം തോന്നി തുടങ്ങി. എൻ്റെ ഉള്ളിൽ ഭയം തോന്നി തുടങ്ങി. എന്തൊക്കെയോ പറഞ്ഞ് എന്നിട്ടും ആ തീ അവിടെ അങ്ങനെ നിൽക്കുക. അപ്പം എനിക്ക് ആ ഭയം തോന്നിയപ്പോഴത്തേക്കും ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് നൈസായിട്ട് സ്കൂട്ട് ആവാന്നുള്ള രീതിയിൽ ഞാൻ പെയ്യെ ഇറങ്ങി നേരെ നടന്ന് വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹത്തിൽ ഞാൻ വീട്ടിലോട്ട് പോവുക. പിന്നീട് വീട്ടിൽ വന്നിടന്ന് ഉറങ്ങി. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഓർക്കുന്നതില്ല.
ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുമില്ല. പക്ഷെ എന്റെ കൂടെയുള്ള സഹോദരൻ എന്നോട് വന്ന് പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ രാത്രി നടന്ന സംഭവം നിനക്ക് ഓർമ്മയുണ്ടോ, ഇന്നലെ എന്താ നടന്നതെന്നൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്താ നടന്നേ, നമ്മള് ഇന്നപ്പോ എന്ന് നടക്കുന്ന പോലെ തന്നെ നടന്നു വന്നു എന്നൊക്കെ പറഞ്ഞു. അന്നേരം സഹോദരൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മള് ഇന്നലെ ഒരു അഗ്നിജ്വാല കണ്ടത് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ സംഭവം, അതാരോ നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടി വന്നതല്ലേ, നീ കൊണ്ട് വന്നതല്ലേ, പന്തം കത്തിച്ചുകൊണ്ട് വന്നേ, രാത്രി വെട്ടമില്ലാത്തതുകൊണ്ട് വന്നയാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷെ അന്നേരം ആ വ്യക്തി എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, അല്ല അല്ല അനുരാജ്, വേറെ എന്തോ ഉണ്ട്, നീ ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാവും. ഞാൻ ചോദിച്ചു, എന്താ എന്താ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ മഴയത്താ നമ്മൾ നിന്ന്, മഴയത്ത് തീ എങ്ങനെ കത്തുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, അത് ശരിയാ, മഴയത്ത് ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് ഒരാൾ തീപ്പന്തം കത്തിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാനത് കാര്യമാക്കിയില്ല, ഞാൻ അവിടുന്ന് വിട്ടുപോയി. പിന്നീട് ഈ കാര്യം തന്നെ ഞാൻ മറന്നുപോയി. 2014 തൊട്ട് 18, 19 ആയപ്പോഴത്തേക്കും അതിലും ഈ മദ്യം ഇതുപോലൊക്കെ തന്നെയാ, നല്ല രീതിയിൽ അടിച്ചോണ്ടിരിക്കുന്നു. ഈ 19 ആയപ്പോഴത്തേക്കും മദ്യത്തിന്റെ കൂടെ കഞ്ചാവും കൂടെ ആയി തുടങ്ങി. അപ്പൊ ഈ മദ്യവും കഞ്ചാവും കൂടെ ആയി തുടങ്ങി. അപ്പൊ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ദേഷ്യം കുറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ഓപ്ഷൻ വെച്ചൊരു സാധനമാണ്. അപ്പം ഒരാഴ്ചത്തോളം ഞാൻ മദ്യം കഴിക്കാതിരുന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതാ, ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യത്തിന് ഇത് നല്ലതാ എന്ന് പറഞ്ഞ് എനിക്ക് തരുന്നു. ഞാനത് ആദ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പം ശരിയാ, ഞാൻ ഇത് വലിക്കുമ്പോൾ എനിക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, മിണ്ടാതെ വെറുതെ ഒരു സൈഡിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആരോടും വലിയ കാര്യത്തിനൊന്നും പോകത്തില്ല, ദേഷ്യത്തിൻപെടാൻ നിൽക്കത്തില്ല, ഒരു സൈലന്റ് ഒതുങ്ങി ഒരു സൈഡിലായിരുന്നെങ്കിലും എന്തെങ്കിലും കാര്യം ആലോചിച്ച് ചിന്തിച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് നാളത്തേക്ക് ഇത് മാത്രം യൂസ് ചെയ്ത്, കൂടിപ്പോയ ഒരു മാസത്തിനകം കഞ്ചാവ് മാത്രം യൂസ് ചെയ്ത്. പിന്നീട് ഇവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് കഴിഞ്ഞിട്ട് ഉടനെ തൊട്ടടുത്ത് തന്നെ മദ്യം മേടിക്കും. അതായത് രാത്രി ഈ വൈകിട്ട് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരുന്നിട്ടുള്ള ജോലിയായത്. ആ കഞ്ചാവിനൂടെ തന്നെ മദ്യം മേടിച്ചിട്ട് വന്ന് കഴിക്കുക. അപ്പൊ ഇത് രണ്ടും കൂടെ ആയി. അപ്പൊ രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും ഞാനും അവരുടെ കൂടെ കൂടി ഒരുപാട് അങ്ങ് മുമ്പോട്ട് പോയ സമയത്താണ് ഒരു ദിവസം ഞാൻ ജോയിന്റ് അടിച്ചിട്ട് കഞ്ചാവ് വലിച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോഴത്തേക്കും ബാറ്റില് പന്ത് വന്ന് അടിച്ചിട്ട് എൻ്റെ കണ്ണില് കൊണ്ട്. അപ്പൊ ആ കണ്ണില് കൊണ്ടപ്പോഴത്തേക്കും എൻ്റെ ഈ കൃഷ്ണമണി മൊത്തത്തിൽ ഞാൻ കലങ്ങിപ്പോയി. വൈറ്റ് മൊത്തം അങ്ങ് ബ്ലാക്ക് ആയി. അപ്പൊ എനിക്ക് ഞങ്ങളുടെ കൊട്ടാരക്കര ഇവിടെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് വിജയാസ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റല്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അവിടുത്തെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ണ് നോക്കണ്ട, ഇത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, പെട്ടെന്ന് കൊണ്ടുപോയാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ കൂടെ ഉള്ളത് 3 പേരായിരുന്നു. 3 പേരും കർത്താവിനെ അറിഞ്ഞവരായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. അവിടുന്ന് ഏതൊക്കെ തുള്ളിമരുന്നൊക്കെ തന്നു. അവർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ആരാ പറഞ്ഞത് ഇത്രയും കുഴപ്പമുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടതാ. പറഞ്ഞു കുഴപ്പമില്ല, ഇത് കുറച്ച് നാൾ റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവിടുന്ന് മരുന്നൊക്കെ തന്നു. പിന്നെ പറഞ്ഞു ഇടയ്ക്ക് വന്ന് ലേസർ അടിക്കണം, അതിന്റെ കണ്ണിന്റെ സൈഡിൽ ഏതോ ക്ലിപ്പ് പോയി കിടക്കുവാണ്, എന്തോ അതിന്റെ പേര് എനിക്കറിയത്തില്ല, അത് പോയി കിടക്കും. അത് ഇടയ്ക്ക് വന്ന് ലെൻസ് അടിച്ചിട്ട് അത് ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ കുത്തി അകത്തോട്ട് വെക്കും. അത് നമുക്ക് അറിയാൻ പറ്റും. അത് അകത്തോട്ട് വെക്കാൻ നേരത്ത് ടിക്കുന്നൊരു സൗണ്ട് കേൾക്കും. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് എടുക്കാനോ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുകയടിക്കാനോ കണ്ണ് തിരുമാനോ കണ്ണിൽ തൊടാനോ ഒന്നും പറ്റത്തില്ല. തൊട്ട് കഴിഞ്ഞാൽ അന്നേരം അത് വീണ്ടും ഇങ്ങനെ എന്തോ ഒന്ന് നമ്മുടെ കണ്ണ് പുറത്തോട്ട് തെള്ളുന്ന പോലെ നമുക്ക് അറിയാൻ പറ്റും. പിന്നീട് ഭയങ്കര വേദനയൊക്കെ, അതായത് ഈ തല കുത്തി വലിക്കുന്ന പോലെ വേദനയാണ്. ആ സമയത്ത് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന സമയം. അപ്പം കുറച്ചുനാൾ റെസ്റ്റ് എടുത്ത് 1 മാസത്തോളമൊക്കെ എൻ്റെ കൂട്ടുകാർ വീട്ടിൽ വരുമായിരുന്നു. കുറച്ചാൾ വന്ന് നിന്ന് 1 മാസം നിന്ന് അതിനുശേഷം ഇവർ തന്നെ മടുത്ത്. കാരണം എപ്പോഴും വീട്ടിൽ വന്നിരിക്കുന്നു, ഞങ്ങൾ അമ്മയിരുന്ന് സംസാരിക്കുന്നു, അതിൽ വലിയ കാര്യമില്ലാത്തതുകൊണ്ട് അവർ തന്നെ കുറെ നാളൊക്കെ മടുത്തു. അപ്പം ഇവര് എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങി. എൻ്റെ അടുത്ത്, നീ എന്തായാലും ഇവിടെ ഇരിക്കുവല്ല, വെറുതെ ഇരിക്കുവല്ലേ, ഇതൊരു കാര്യം ചെയ്യ്, ഇത് സെയിൽ ചെയ്ത് കച്ചവടം ചെയ്യ്, നിനക്കുള്ള വരുമാനമാവും എന്നും പറഞ്ഞ് സജഷൻ ചെയ്തതാണ് ഈ കഞ്ചാവ് കച്ചവടം. അപ്പൊ ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറയും, വിൽക്കാൻ പറയും. ഞാൻ അങ്ങനെ ഫോണിലൂടെ ഓരോരുത്തരെ വിളിച്ച് കഞ്ചാവ് വിറ്റ് എൻ്റെ ചെലവുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
എനിക്ക് ഒന്നും വലിക്കാൻ പറ്റത്തില്ല, എനിക്ക് വലിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഴയ നോർമൽ അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി. കാരണം എനിക്ക് എൻ്റെ ശരീരം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടായി ഇത് ഇല്ലാതെ വന്നപ്പോൾ. ദേഷ്യം എനിക്ക് നിർത്താൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇതില്ലാതെ വന്നപ്പം അതിലും ക്രൂരമായി. കാരണം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കർത്താവിനെ അറിയാനും കർത്താവിന്റെ വഴിയിലോട്ട് വരാനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഇടസമയങ്ങളിൽ ഞാൻ വീടിന് തൊട്ടടുത്തൊരു പാറ ഉണ്ടായിരുന്നു. ആ പാറയിൽ ഇരിക്കുന്ന സമയത്ത് അപ്പൊ എൻ്റെ വീടിന് ചുറ്റും സഭയാ, ക്രിസ്ത്യൻ സഭകളാ, പെന്തിക്കോസ്ത് അങ്ങനെ ഉള്ള സഭകളാ, ചർച്ചുകളാ മൊത്തം. അപ്പൊ ഞാൻ വിചാരിച്ച് എൻ്റെ ചെവിയിൽ ഇങ്ങനെ ആരാധന കേൾക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചത് ആരാധന കേൾക്കുന്നത് തൊട്ടടുത്ത സഭയിലായിരിക്കും, ചർച്ചിലായിരിക്കും. അപ്പൊ എനിക്കങ്ങ് ദേഷ്യമാ. ഈ ഈ ശബ്ദം എൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യമാ, എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല. കാരണം കുറെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവന്മാർക്ക് വേറെ പരിപാടിയൊന്നുമില്ല, എപ്പോഴും നോക്കിയാലും പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തോ ഇരിക്കുന്നു. ഇവന്മാർക്ക് ഓരോ രാവിലെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വൈകിട്ട് പ്രാർത്ഥിക്കുന്നു, അത് പോയാൽ പോരെ, പിന്നീട് ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കിടന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും പിന്നെ കുറച്ചു കാലത്തേക്ക് കുഴപ്പമുണ്ടാകത്തില്ല. വീണ്ടും പിന്നെയും ഈ ശബ്ദം ഇങ്ങനെ സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ നേരത്ത് ഇങ്ങനെ ചെവി വന്ന് വരും. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഞാൻ പോകുന്നിടത്തെല്ലാം പള്ളിയാണ്, ഞാൻ പോകുന്നിടത്തെല്ലാം പള്ളിയാണെന്ന് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചോദിക്കും. അങ്ങനെ എനിക്ക് ഈ പ്രാർത്ഥന കേൾക്കുമ്പം ദേഷ്യം വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങുമ്പം ദൈവദാസന്മാരെ കാണുമ്പോഴായാലും ചർച്ച് കാണുമ്പോഴായാലും ചർച്ചിനെ നോക്കിയൊക്കെ ചീത്ത വിളിക്കും. ദേവദാസന്മാരെ കാണുമ്പം അവരെ നോക്കി ചീത്ത വിളിക്കും. അങ്ങനെ ഒരു രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരുപാട് ദൈവദാസന്മാർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് സഹോദരൻ കർത്താവിന്റെ വഴിയിലോട്ട് വരണം, കർത്താവിനെ അറിയണം എന്നൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സഹോദരൻ പറക്കും എന്ന് പറഞ്ഞു. എന്ന് എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ചർച്ചിൽ, അതായത് ഒരു മതിലിനിപ്പുറത്ത് ചർച്ച, ആ ചർച്ചിലെ ബ്രദർ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സഹോദരൻ കർത്താവിനെ അറിയണം, കർത്താവിന് സഹോദരനെ കൊണ്ട് വലിയ പദ്ധതികളുണ്ട്, സഹോദരൻ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പറക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ ദേവദാസനോട് പറഞ്ഞു, എന്റെ പൊന്നു ബ്രദറെ, എനിക്ക് ബ്രദറിനോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറക്കുന്നതിന് മുമ്പ് ബ്രദറിനെ ഞാൻ പറപ്പിക്കും. അതുകൊണ്ട് ബ്രദർ ഇപ്പൊ ഇവിടുന്ന് വിട്ടു, വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞ് ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു ആ ബ്രദറിനോട്. അങ്ങനെ ആരും എൻ്റെ അടുത്ത് വരുന്നതോ ബ്രദർമാരും വരുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അനുരാജ് ബ്രദറെ, നമുക്ക് സമയക്കുറവുണ്ടേ, അതുകൊണ്ട് കർത്താവിൽ നമ്മൾ കൂട്ടായ്മയിലേക്ക് സഹോദരൻ കടന്നു വരാൻ ഇടയായ സാഹചര്യം ഒന്ന് വേഗത്തിൽ പറയാം. പറയാം. അതായത് കർത്താവിനെ അറിയാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണു വയ്യാതെ വീട്ടിൽ ഇരുന്നപ്പം ഈ പ്രാർത്ഥന എൻ്റെ ചെവിയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ മദ്യം ഒരുപാട് ആവുകയും കഞ്ചാവ് ഒരുപാട് ആവുകയും എനിക്ക് തന്നെ അറിയാം വേണ്ട, ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് വിടാനുള്ളൊരു മനസ്സ്, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതായത് ദേഷ്യം വന്നാൽ ഞാൻ പിന്നെ ആരോടും മിണ്ടത്തില്ല, ഞാൻ പോയി കിടന്ന് ഒരൊറ്റ ഉറക്കം ഉറങ്ങത്തേ ഉള്ളൂ. ആരോടും മിണ്ടാനോ ഒന്നിനും പോകത്തില്ല, വെറുതെ കിടന്ന് ഒരൊറ്റ ഉറക്കം ഉറങ്ങുക, അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പൊ കർത്താവിനെ അറിയാൻ വന്ന സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യങ്ങളല്ലാതെ ഇത് പുറത്ത് ചെയ്യാൻ തുടങ്ങി, എൻ്റെ പേരും വെച്ചിട്ട് പുറത്ത് ചെയ്യാൻ തുടങ്ങി. അതായത് എൻ്റെ പേര് പറഞ്ഞിട്ട് കഞ്ചാവ് ആരെങ്കിലും വരുവാണെങ്കിൽ പറയും, എൻ്റെ കൂട്ടുകാർ തന്നെ പറയും, ബാ ഇവിടെ വന്നിരുന്നിട്ട് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അനുരാജിനെ തിരക്കി വന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ പേരിൽ കച്ചവടം തുടങ്ങി. അപ്പൊ നാട്ടുകാരൊക്കെ എന്നെ വെറുക്കാൻ തുടങ്ങി. എനിക്ക് ഒരുപാട് പേരുകൾ ഞാൻ അറിയാതെ തന്നെ എനിക്ക് പേരുദോഷങ്ങൾ ഉണ്ടായി തുടങ്ങി. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഒരു സഹോദരൻ ഇതുവരെ എനിക്ക് കിട്ടി, എൻ്റെ പേരും പറഞ്ഞ് ചെയ്യുന്ന. അങ്ങനെ ആ വ്യക്തിയുമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കുതർക്കമായി, ബഹളമായി, അടിയായി. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേസും ബഹളവും ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എൻ്റെ ഇപ്പാപ്പന്റെ വീട്ടിലോട്ട് പോകുന്നു. ആദ്യം ഇപ്പാപ്പന്റെ വീട്ടിൽ പോയി അവിടെ ഒരാഴ്ച നിന്നപ്പോൾ അവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എങ്ങനെയൊക്കെ നിന്നിട്ടും നിൽക്കാൻ പറ്റില്ല. കാരണം മറ്റേ ആ പ്രാർത്ഥന എൻ്റെ കൂടെ ഇങ്ങനെ വരുന്നത് പോലെ ഞാൻ പെയ്യെ നടന്ന് അവിടെ നിന്ന് ഇറങ്ങി കൊട്ടാരക്കര ബാറിൽ വന്നിട്ട് വീണ്ടും മദ്യം കഴിക്കാൻ തുടങ്ങി. മദ്യം കഴിച്ച് അവിടെ നിന്ന് മദ്യം കഴിച്ചിട്ട് എനിക്ക് പോരാ. ഞാൻ അന്നേരം നേരത്തെ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ വയലന്റ് ആവുമായിരുന്നു, മത്ത് പിടിക്കുമായിരുന്നു. ഇപ്പം മത്ത് പിടിക്കുന്ന ഒന്നുമില്ല. 2000 രൂപയോളം ഒക്കെ 2500 രൂപയോളം ഒക്കെ മദ്യം അന്ന് ആ ബാറിൽ നിന്ന് ഞാൻ കുടിച്ച്. എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ 2 കുപ്പി ബിയർ മേടിച്ച് എൻ്റെ ബാഗിൽ ഇട്ടുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു. എന്നിട്ട് റോഡിലൂടെ ഇറങ്ങി ബാറിന്റെ സൈഡിൽ കൂടെ കയറി നടന്നു വന്നപ്പം ആ മതിലൊരു
വചനം എഴുതി കാണിക്കുന്നു, നിന്റെ തെരഞ്ഞെടുപ്പ് റെഡി, അങ്ങനെ എന്തോ ഒരു വചനമാണ്. ആ വചനം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഓർക്കുന്നില്ല. പക്ഷെ അത് ഞാൻ അതിനുവേണ്ടി ബൈബിളിൽ നോക്കുന്നുണ്ട്, ഇപ്പോഴും ബൈബിൾ എടുക്കുന്നത് അതിനു വേണ്ടിയാണ്. അതായത് നിന്റെ പാത ശരിയാണ്, നിന്റെ തെരഞ്ഞെടുപ്പ് ശരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വചനമായിരുന്നു. ഞാൻ എന്തായാലും കറക്റ്റ് ആണെന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് ശനിയാഴ്ച വൈകിട്ട് അവിടെ ചെല്ലുന്ന, ഞായറാഴ്ച രാവിലെ ചേച്ചി എന്നോട് ചോദിക്കുന്നു, എൻ്റെ അടുത്ത് പറയാം, ചട്ടിയിൽ മീൻകറി ഇരിപ്പുണ്ട്, ചീനിച്ചട്ടിയിൽ മീൻകറി ഇരിപ്പുണ്ട്, നീ എടുത്ത് കഴിച്ചോണോന്നാ എന്നോട് പറയുന്നത്. പക്ഷെ ഞാൻ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ചർച്ചിലോട്ട് വരുന്നുണ്ടോ, ഞങ്ങൾ പോവാ എന്നാ കേൾക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ, ഞാനും വരുന്നുണ്ട്, ചർച്ചിലോട്ട് ഞാൻ വരുന്നുണ്ട്, ഞാൻ ഒരുങ്ങി റെഡിയായപ്പോ വരുന്നു പറഞ്ഞു. അപ്പൊ ചേച്ചി ചോദിച്ചു, നീ എന്ത് പറഞ്ഞേ? ഞാൻ പറഞ്ഞ്, ചർച്ചിലോട്ട് വരുന്നോന്നല്ലേ ചോദിച്ചത്. ഞാൻ പറഞ്ഞ അല്ല. ചേച്ചി പറഞ്ഞ അല്ല, മീൻചട്ടി കറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്നോ, എന്തായാലും പറഞ്ഞതല്ലേ, ഞാനും വരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുങ്ങി ചർച്ചിൽ ചെന്നു. ചർച്ചിൽ ചെന്ന് ആദ്യത്തെ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടാമത്തെ ആഴ്ചയിലും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. മൂന്നാമത്തെ ആഴ്ച സ്നാനപ്പെടുന്നു, മൂന്നാമത്തെ ആഴ്ച സ്നാനപ്പെട്ടു. നാലാമത്തെ ആഴ്ച ചർച്ചിൽ വന്ന്, അഞ്ചാമത്തെ ആഴ്ചയിൽ ഞാൻ എങ്ങനെയായിരുന്നു പഴയ അവസ്ഥ, അതേ അവസ്ഥയിലാണ് അഞ്ചാമത്തെ ദിവസം ചർച്ചിൽ കയറി വരുന്നത്. കാരണം നാലാമത്തെ ആഴ്ച സ്നാനം എടുത്ത് കർത്താവിനെ കർത്തൃമേശ എടുത്തിട്ട് ചർച്ചിൽ നിന്ന് പോയി നേരെ പോകുന്നത് വീണ്ടും പഴയതുപോലെ ബാറിലോട്ട് തന്നെ ആയിരുന്നു. അവിടുന്ന് ഒരാഴ്ചക്കാലം ഫുള്ള് മദ്യത്തിനോട് തന്നെ ആയിരുന്നു, മദ്യം. ശനിയാഴ്ച വൈകിട്ട് വരെ. ഞായറാഴ്ച വന്ന് കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് എന്തോ ഒരു മനംമാറ്റം തോന്നി, എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി. ഞാൻ എങ്കിലും അതൊന്നും നോക്കാതെ ഞാൻ അങ്ങ് എടുത്ത് കുടിച്ചു. പിറ്റേന്ന് തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ പഴയ കാലത്ത് എനിക്കുണ്ടായിരുന്ന ഒരു അസുഖം വീണ്ടും അത് കർത്താവ് എടുത്തു കാണിച്ച് 5 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 5-ാമത്തെ ദിവസം ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടത് പോണം, ഞാനിത് നോക്കത്തില്ല, എനിക്കത് മാറ്റി തന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ അതിനെ വിടിയിച്ചു. കാരണം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ അസുഖം മറന്നുപോയി. എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് ഞാൻ തന്നെ മറന്നുപോയി. ഞാനും മറന്നുപോയി, എൻ്റെ കൂട്ടുകാരും മറന്നുപോയി. കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കാൻ വരുമായിരുന്നു, അനുരാജ് അസുഖം ഉണ്ടായിരുന്നില്ല, എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അപ്പൊ അവര് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എപ്പോഴും ചോദിക്കാൻ വരും, പക്ഷെ നിന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഈ അസുഖത്തിന്റെ കാര്യം മറന്നു, ഈ ചോദിക്കാൻ വന്ന കാര്യം മറന്നു എന്ന് പറഞ്ഞ്. ഇതും പറഞ്ഞാൽ ഞാനും മറന്നു പോവായിരുന്നു, അവരും മറന്നു പോവായിരുന്നു. പിന്നീട് അവിടുന്ന് അനുരാജ് ബ്രദറെ, അതുപോലെ കർത്താവ് രോഗത്തിൽ നിന്ന് അത്ഭുത വിടുതൽ തന്ന് സൗഖ്യമാക്കിയതുപോലെ മദ്യപാനത്തിൽ നിന്നും എങ്ങനെ വിടുതലായെന്ന് പറയാമോ? മദ്യപാനത്തിൽ ഇതുപോലെ തന്നെ ബ്രദറെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ ക്രിസ്തുവിന് മുമ്പുള്ളതായിരുന്നു, ഞാൻ ക്രിസ്തുവിനെ ധരിക്കുന്നതിന് മുമ്പായിരുന്നു. പക്ഷെ ഇങ്ങോട്ടുള്ള കാര്യങ്ങളിലൊക്കെ ക്രിസ്തു ഇത് എന്നെ എല്ലാം ഓർമ്മപ്പെടുത്തുക. കാരണം മദ്യപാനമൊക്കെ നേരത്തെ എൻ്റെ നിന്ന് കഴിഞ്ഞു. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ വീണ്ടും ഇത് ക്രിയേറ്റ് ചെയ്ത് തരുക എൻ്റെ ജീവിതത്തിൽ. അതായത് ഞാൻ കർത്തൃമേശ എടുത്തു കഴിഞ്ഞ് പിറ്റേ ആഴ്ചയിൽ തിങ്കളാഴ്ച മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് മദ്യം തുടങ്ങി. പക്ഷെ അത് അടുത്ത കർത്തൃമേശ വരെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ കർത്തൃമേശയ്ക്ക് മുമ്പ് അത് നിൽക്കുകയുണ്ടായി. അതായത് തിങ്കളാഴ്ച തുടങ്ങി 5 ദിവസം ഉള്ളായിരുന്നു. 5-ാമത്തെ ദിവസം ഞാൻ എൻ്റെ നാവിലുള്ള ഒരു അധികാരം എടുത്തപ്പോൾ ഞാൻ വിശ്വസിക്കുന്നതാണ്, എൻ്റെ വായിൽ നിന്ന് അധികാരം നീ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അത് കാണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാനിനി ഇതിൽ നോക്കത്തില്ല, എൻ്റെ ഭാരങ്ങളിലെ പ്രയാസങ്ങളിലെ ഞാൻ നോക്കത്തില്ല, ഇതെല്ലാം മാറ്റേണ്ടത് നീയാണ്, നീ മാറ്റിയെങ്കിലും മാറത്തോളൂ, മാറ്റി എന്നെ ശുദ്ധീകരിച്ചോളെന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എനിക്കുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന അസുഖം എന്നിൽ നിന്ന് മാറിപ്പോയി. അതായത് യൂറിൻ പാസ് ചെയ്യുമ്പം ബ്ലഡ് ആയിരുന്നു പോകുന്നത്. 6 മാസത്തോളം കുഞ്ഞുനാളി എനിക്ക് അസുഖം ഉണ്ടായിരുന്നു, അതും എങ്ങനെ മാറിപ്പോയി. പക്ഷെ ഇതും കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, നിന്നെ അവിടുന്ന് വിടുവിച്ചത് ഞാൻ ആണെന്ന് കർത്താവ് എന്നെ ഞാൻ പരിശുദ്ധാത്മാവിലായപ്പോ ഓർമ്മപ്പെടുത്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം. അതുപോലെ മദ്യപാനവും മദ്യപിക്കുന്ന കാര്യം ബ്രദർ മറന്നുപോയി അല്ലേ? മദ്യപാനത്തിന്റെ കാര്യം ഞാൻ മറന്നുപോയി. കഞ്ചാവ് വലിക്കുന്നത് അതിന്റെ കാര്യം മറന്നുപോയതാ. പിന്നീട് ഓക്കെ ബ്രദറെ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, തന്റെ ദുശീലങ്ങളെല്ലാം കർത്താവ് അത് മറക്കുവാൻ, അതിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ അദ്ദേഹത്തിന് കൊടുത്തു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അവസ്ഥകൾ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരു നിമിഷം നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നപ്പോൾ അനുരാജ് ബ്രദർ തന്നെ വേഗത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു. സ്വർഗീയ പിതാവെ സ്തുതിക്കുന്നു, രാജാവെ അങ്ങ് മഹത്വപ്പെടുന്നു. കർത്താവെ,
അപ്പൊ അനേകം കുഞ്ഞുങ്ങൾ കർത്താവെ മദ്യത്തിനും മയക്കുമരുന്നിനും കർത്താവെ ലഹരിക്കും അടിമപ്പെട്ട് കർത്താവെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴും ലോകത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ കർത്താവെ. അപ്പൊ അങ്ങയുടെ കരം തൊട്ട് കർത്താവ് ഓരോരുത്തരെയും വിടുവിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഹെവൻലി വിസിലെ കർത്താവെ ഒരു യൂത്തിനെ അങ്ങ് ഒരുക്കിയതിനായി നന്ദി പറയുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇനി അധികമായി കർത്താവെ മക്കളിൽ ആത്മാവിന്റെ ശക്തി പകർന്ന് കർത്താവെ ലോകത്തിൽ ലഹരിയിൽ അടിമപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ കർത്താവെ ശുദ്ധീകരിച്ച് അങ്ങയുടെ രക്തവും കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവും എന്തെന്ന് രോഗരക്ഷകനെന്ന് അറിയിക്കുവാൻ തക്കവണ്ണം കർത്താവെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഓരോ മക്കളിലും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ പൂർണ്ണ വിടുതലുകൾ നൽകുവാൻ തക്കവണ്ണം ശുദ്ധീകരണം നടക്കുവാൻ തക്കവണ്ണം കർത്താവെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിലേക്ക് പോകാം. ഓവർ ടു റോബർട്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ തങ്കുബ്രദറിന്റെ പ്രത്യേക സ്നേഹവന്ദനത്തെയും എല്ലാവരെയും അറിയിക്കുന്നു. ഇന്ന് അനുരാജ് ബ്രദറിലൂടെ കേട്ടതായ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായ അല്ലെങ്കിൽ കുത്തഴിഞ്ഞു പോയ ഒരു ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ മകന്റെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി, ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാക്കി, കർത്താവിന്റെ സാക്ഷിയാക്കി കർത്താവ് ആ ദേശത്ത് നിർത്തിയിരിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരു വചനഭാഗം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഇപ്പൊ നമ്മൾ വായിച്ച തിരുവചന ഭാഗം യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് താൻ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു നല്ല കർത്താവായി നമുക്കുണ്ട്. അവൻ നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം പാപത്തിൽ ജീവിച്ചവരാ. ഇന്ന് അനുരാജ് ബ്രദറിന്റെ സാക്ഷ്യം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു. പാപത്തിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായുള്ള കാര്യങ്ങളിലൊക്കെ താൻ ജീവിച്ചു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും. അപ്പോൾ ഈ ലോകത്തിന്റെ വഴിയെ പോയാൽ, പിശാചിനാൽ നയിക്കപ്പെട്ട് നാം മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാകും. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ദുസ്വഭാവങ്ങൾക്കും എല്ലാം അടിമയായി താൻ എങ്ങോട്ട് പോകുന്നെന്ന് പോലും അറിയാൻ പറ്റാത്ത നിലയിൽ താൻ ജീവിച്ചു. എന്നാൽ കർത്താവ് ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ ഒരു പുതുവഴി തുറന്നിട്ടുണ്ട്. ഈ ലോകത്തിലെ മുഴുവൻ പേർക്കും, ഞങ്ങളെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയോടും പറയാം, തകർന്നിരിക്കുന്ന ജീവിതമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഒരു പുതുവഴി തുറന്നിട്ടുണ്ട്. ആ പുതുവഴിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആമീൻ. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും ആ വഴിയിലൂടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ ക്രിസ്തു എന്ന വഴിയിലൂടെ നാം അടുത്തു ചെല്ലുമ്പോൾ, അതാണ് നമ്മൾ വായിച്ചത്, ദേവാലയത്തിന്മേൽ നമുക്കൊരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് ഒരു പുതിയ വഴി നമുക്കുണ്ട്. പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനത്തിനായി യേശുക്രിസ്തുവിന്റെ രക്തമുണ്ട്. ദേവാലയത്തിന്മേൽ നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
നമുക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് സ്തോത്രം, വചനത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഏത് വ്യക്തിയെ കുറിച്ചും വചനം പറയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. നമ്മുടെ ജീവിതം എത്ര തകർന്നതാണെങ്കിലും, എത്ര ദുസ്വഭാവത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും, എത്ര കലുഷിതമാണെങ്കിലും ക്രിസ്തു ഒരു പുതുവഴി തുറന്ന് നമുക്ക് വേണ്ടി തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി തന്റെ രക്തത്താൽ ഒരു പുതുവഴി തുറന്നു വെച്ചിരിക്കുന്നത് കൊണ്ട് ആ പുതുവഴിയിലൂടെ നമ്മൾ അടുത്ത് ചെന്നാൽ നമ്മൾ പുതിയ സൃഷ്ടിയായി തീരും. അതുകൊണ്ട് ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി, നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങളെയും എന്നെയും പുതിയ സൃഷ്ടിയാക്കി പുതു മനുഷ്യനാക്കി തീർക്കുവാൻ കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. അടുത്തൊരു വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളാം, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യണം. അതാ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒന്ന്, കർത്താവ് നമുക്ക് പുതിയ സൃഷ്ടിക്ക് കർത്താവ് ഈ ലോകത്തിൽ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവം വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം കർത്താവ് നമുക്ക് ഒത്തിരി വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്തം. എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം. അതിലെല്ലാം ഉപരിയായി കർത്താവ് നമുക്ക് തന്ന ഏറ്റവും വലിയ വാഗ്ദത്തം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിന്റെ, ദൈവരാജ്യത്തിന്റെ വാഗ്ദത്തം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ഒരുക്കുന്ന ജീവകിരീടത്തിന്റെ വാഗ്ദത്തം. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലയിലുള്ള വാഗ്ദത്തങ്ങളെ കൊണ്ട് ദൈവവചനം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച യേശു ക്രിസ്തു ഒരിക്കൽ ഉവെന്നും പിന്നെ ഇല്ല എന്നും ആയിരുന്നില്ല. ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവെന്നത്രേ എന്ന്, അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവെന്നത്രേ. ലോകം നമുക്ക് പല വാഗ്ദത്തങ്ങൾ തരും. പക്ഷെ അത് നേടാനായി നാം ചെല്ലുമ്പോൾ ഒരുപക്ഷെ അവരില്ല എന്ന് പറയും, നാളെ വരാൻ പറഞ്ഞു നിരിക്കും. സ്തോത്രം, അത് തീർന്നു പോയെന്ന് പറഞ്ഞു നിരിക്കും. പക്ഷേ ക്രിസ്തുവിൽ ദൈവം നിങ്ങൾക്കും എനിക്കും ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഉണ്ട് ഊവെന്നത്രേ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെയും എന്റെയും ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം അവൻ ശക്തനായ കർത്താവാണ്. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, വാഗ്ദത്തം കർത്താവ് തന്നിട്ടുണ്ട്. രണ്ട്, നമുക്ക് പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി മുന്നോട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാനായിട്ട് ഇടയായിത്തീരും. എബ്രായ ലേഖനം തന്നെ അതിന്റെ നമുക്കറിയാം 6-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ വാക്യം വായിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തങ്ങൾ കൊടുത്തു. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ ഒരാണയാലും അബ്രഹാമിന് ഉറപ്പ് കൊടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ പലപ്പോഴും ഇപ്പൊ നമ്മൾ ആണയിടത്തില്ല, നേരത്തെയൊക്കെ നമ്മൾ പലപ്പോഴും ആണയൊക്കെ ഇട്ട് കാര്യങ്ങൾ പറയും. പക്ഷെ നമുക്ക് അറിയാം, നമ്മൾ പറയുന്ന ഒരാണയും നിവർത്തിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം നാളെ നമ്മൾ ജീവനോട് ഇരിക്കുന്നു എന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ആണയിട്ട് എത്ര ഉറപ്പിച്ചാലും അത് നിവർത്തിക്കാൻ പറ്റുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവൻ ഇല്ലാത്തതിനാൽ തന്നെ കൊണ്ട് തന്നെ ആണയിട്ട് അവനൊരു ഉറപ്പ് കൊടുത്തു, ഞാനത് ചെയ്യും. അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തമാണ് നമ്മൾ 14-ാം വാക്യത്തിൽ വായിക്കുന്ന, 6-ന്റെ 14 വായിക്കുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഒരുപക്ഷെ നാം നമ്മുടെ ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് തകർന്ന ഒരു ജീവിതമായിരിക്കും. ഇന്ന് നമ്മൾ കേട്ടതുപോലെ പല നിലകളിൽ സാമ്പത്തികമായി തകർന്നതായിരിക്കാം, ശാരീരികമായി രോഗങ്ങളാൽ തകർന്നതായിരിക്കാം, മാനസികമായ ബുദ്ധിമുട്ടുകളാൽ
കുടുംബ പ്രശ്നങ്ങളാൽ തകർന്നതായിരിക്കാം. പക്ഷേ യേശു ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടി, പുതിയ വഴിയിലായിരിക്കുന്ന പുതിയ സൃഷ്ടി, പിതാവിന്റെ സന്നിധിയിൽ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഏത് സമയം അടുത്തു ചെല്ലാൻ കഴിയുന്ന പുതിയ സൃഷ്ടി, ആമീൻ, മഹാപുരോഹിതനായ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ നമുക്കുള്ളത് കൊണ്ട്, ആമീൻ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. നിങ്ങളെയും എന്നെയും അവൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ഏത് സാഹചര്യങ്ങളിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ആരെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ അവരോടുള്ള കർത്താവിന്റെ ദൂത് എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, നിങ്ങൾക്ക് സമാധാനം തരുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തിന്റെ മുമ്പിലും പുതുവഴി തുറന്ന് നിങ്ങൾക്ക് വിടുതല അയച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ വലിയ വിടുതലുകളും സൗഖ്യങ്ങളും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ചെയ്യുവാൻ കർത്താവ് മതിയായ കർത്താവാ. ആരാണോ യേശുവേ എന്ന് വിളിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കുവാൻ തക്കവണ്ണം അവൻ മതിയായ കർത്താവാണ്. ആമീൻ. കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവാണ്. അതുകൊണ്ടാണ് ഒന്ന് കൊരിന്ത്യർ ലേഖനം അതിന്റെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. നിങ്ങളെയും എന്നെയും കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു സ്നേഹിച്ച ഒരു ഭവനം ഉണ്ടായിരുന്നു. അത് മാർത്തയുടെയും മറിയുടെയും ഭവനമായിരുന്നു. അവിടെ ഒരു വിഷയമുണ്ടായി. സ്തോത്രം. ലാസർ എന്ന് പറഞ്ഞ അവരുടെ ഏക ആങ്ങള ദീനം പിടിച്ചു മരിച്ചു. അപ്പോൾ യേശു വേറൊരു സ്ഥലത്താ. ഈ വാർത്ത യേശു അറിഞ്ഞിട്ടും യേശു പറഞ്ഞു നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു 2 ദിവസം അവിടെ തന്നെ താമസിച്ചു. പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം ഉറപ്പിച്ച് മനസ്സിലാക്കണം. സ്തോത്രം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു അത്ഭുതകരമായ പദ്ധതി ഉണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം തന്നെ നടക്കാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കണം, ദൈവം എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന അത്ഭുതകരമായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. സ്തോത്രം. കാര്യം നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും വലിയ പദ്ധതിയാ. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ലോകത്തിന് കണ്ടിട്ടില്ലാത്ത, സ്വന്തക്കാർക്ക് കണ്ടിട്ടില്ലാത്ത, സ്തോത്രം, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത തക്കവണ്ണമാണ് കർത്താവ് നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. 2 ദിവസം താമസിച്ചാണ് അവിടെ വന്നത്. പക്ഷേ അവിടെ ഒരു വലിയൊരു അത്ഭുതം നടന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിനെ ആ കല്ലറയിൽ നിന്ന് വിളിച്ച് കർത്താവ് എഴുന്നേൽപ്പിച്ചെങ്കിൽ നിങ്ങളെയും എന്നെയും കർത്താവ് സ്നേഹിക്കുന്ന കർത്താവാ. നിങ്ങളോടും എന്നോടും കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെയും എന്റെയും കുടുംബത്തിൽ അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായ കർത്താവാ. പ്രിയമുള്ളവരെ, താമസിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു നന്മ ദൈവം നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. സ്തോത്രം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യം ഇത്രയാണ്. അതിന്റെ തന്നെ ഈ 6-ാം അധ്യായം അതിന്റെ തന്നെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ നിങ്ങളിൽ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. അപ്പൊ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒറ്റ കാര്യം മതി. ദീർഘക്ഷമയും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് ധൈര്യത്തോടെ അടുത്ത് ചെല്ലണം. ക്രിസ്തുവിൽ തന്നെ അവന്റെ മുഖത്തോട്ട് നോക്കി തന്നെ നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഒരു നിമിഷം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുത വിടുതലുകൾ നിങ്ങളുടെ ശരീരത്തിന്മേൽ സംഭവിക്കുന്നു, നമ്മുടെ ഭവനത്തിന്മേൽ സംഭവിക്കുന്നു, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളുടെ മേൽ സംഭവിക്കുന്നു. കർത്താവേ, ഇന്നിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും വ്യക്തികൾ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം പകരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവർക്ക് വേണ്ടി എന്റെ കർത്താവിന്റെ കരം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം.
അവരുടെ മേൽ കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും ഇറങ്ങി വരുന്നതിനായി സ്തോത്രം കർത്താവെ. ശരീരങ്ങളിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, സാമ്പത്തിക നന്മകളുടെ ഉറവിടങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമീൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചനമായിരുന്നു ബ്രദറെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടായ്മ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നമ്മൾ തുടർന്ന് കർത്താവിന്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കുകയാണ്. ഇന്ന് 11 മണിക്ക് കർത്താവിന്റെ ചിറകടിയിൽ എന്ന പ്രോഗ്രാം തോമസ് ബ്രദർ നയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വൈകിട്ട് 8:30 നമ്മുടെ തങ്കു ബ്രദർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നിങ്ങൾ അതിനുവേണ്ടി മീറ്റിങ്ങുകൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഞങ്ങളെ കാണുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രയർ ടവർ നമ്പറായ 0481230555 എന്ന നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. 24 മണിക്കൂറും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ട് ഒരു ടീം തന്നെ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ വിളിക്കുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 7025999555 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജസ് അയക്കാവുന്നതാണെന്ന് കർത്താവിന്റെ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓവർ ടു റോണക് ബ്രദർ. Welcome to another day with the Holy Spirit. പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കണ്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ there is going to be healing right now. കരങ്ങൾ ആ സ്ഥാനത്തേക്ക് ഒന്ന് കൈവെക്കാമോ? where you want to get healed. നിങ്ങളുടെ കാലയിലായിരിക്കും, പുറത്തായിരിക്കും വേദന. പുറം ഇന്ന് രാവിലെ സൗഖ്യമാകാൻ പോവുക. right now there is going to be muscles coming into strengthened എന്ന് പറഞ്ഞാൽ വീക്ക് ആയിട്ടിരിക്കുന്ന മസിലിന് വെയിറ്റ് ബെയർ ചെയ്യാൻ പറ്റാതെ ആ മസിൽ എല്ലാം ഇന്ന് കർത്താവ് രാവിലെ ജീവൻ വ്യാപരിക്കാൻ പോവുക. there is going to be life flowing into every cells, every nerves, every tendons, every muscles which is in your body. ആ ശരീരത്തിലേക്ക് കരം ഒന്ന് വെച്ച് ജീവൻ പ്രാപിക്കാൻ പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ജീവൻ let there be life flowing into let life flow into every oh my God, so many miracles are happening right now. ആ ഭവനങ്ങളിൽ എന്താണോ ചെയ്യാൻ പറ്റാത്തത്, start doing it. ഇപ്പോൾ ജീവൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഇനി വിശ്വാസത്തോടെ എന്താണോ ചെയ്യാൻ പറ്റാത്തത് അതൊന്നും ചെയ്ത് നോക്കിക്കേ. കുനിയാൻ പറ്റത്തില്ലേ? കുനിഞ്ഞു നോക്കണം. പിതാവേ, പ്രാർത്ഥിക്കുന്നു സൗഖ്യങ്ങൾക്കായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ജീസസ് ഈസ് സോ വണ്ടർഫുൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 11 മണിയാകുമ്പോൾ തോമസ് കുട്ടിയങ്ങൾ കർത്താവിന്റെ ചിറകിന്റെ അടിയിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ഒരു വാക്കുമായി അടുത്തേക്ക് വരുന്നു. വൈകുന്നേരം 8:30 ഇന്നർ ചേംബേഴ്സ് ഇസ് ഗോയിങ് ടു ബി പ്ലേഡ്. ഇന്നർ ചേംബർ ഉണ്ട് 8:30 നന്ദി. നല്ലപോലെ കഴിക്കണം. കഴിച്ചാലും ഉറങ്ങിയാലും ചിരിച്ചാലും ചില സമയത്ത് അല്ലേ, നമുക്ക് ചില സമയത്ത് നമുക്ക് ചിരിക്കാൻ വേണം, പക്ഷെ ഉള്ളിൽ ചിരിയില്ലായിരിക്കും. അവിടെ ആരാധനയുടെ പ്രാധാന്യം വരും. The Holy Spirit encourages you. God bless you. നല്ലപോലെ ആരാധിക്കണം ഈ ദിവസങ്ങളിൽ worship him. നന്ദിയുള്ള ഹൃദയത്തിലൂടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ രാവിലെയും ഈ നല്ല പരിശുദ്ധാത്മാവിന്റെ കൂട്ടത്തിൽ ഒരു യാത്രയ്ക്ക് പോകാം, അല്ലേ സാറാ? On a rise and shine with the ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നേശുവേ കൊതിയായിടുന്നേ.